എൻ്റെ പേര് ജെസ്സി ഷാജി. ഇതെൻ്റെ മൂന്നാമത്തെ മകൾ ആൻമരിയ ഷാജി. ഏറ്റുമാനൂരടുത്തുള്ള കാണക്കാരിയിലാണ് താമസം. ആദ്യമായി തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് ദൈവത്തിനും കോടാനുകോടി ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. 2024 ജൂലൈ മാസം 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മകൾ സ്ഥലത്തില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നില്ല. 2025 ജൂൺ മാസം മുതൽ എനിക്ക് അർട്ടിക്കേരിയ എന്നൊരസുഖം, ഒരു അലർജി രോഗമുണ്ടായി. ഹിസ്റ്റമിൻ എന്നൊരു കെമിക്കലിൻ്റെ റിലീസ് കൊണ്ട് ശരീരത്തിൽ പല ഭാഗത്തും സ്വെല്ലിങ് വന്ന് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു രോഗമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അർട്ടിക്കേരിയ എന്നുള്ള ഒരു അസുഖം, അതിൻ്റെ റീസൺ എന്ത് അലർജി വേണമെങ്കിലും ആകാം. ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ടോ ഡസ്റ്റോ അല്ലെങ്കിൽ ഫുഡ് അലർജി, ഈവൻ സ്ട്രെസ്സ് മൂലമോ നമുക്ക് ഈ ഹിസ്റ്റമിൻ റിലീസ് വരാം. അപ്പോൾ ആ കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വർഷങ്ങൾ 2-3 വർഷങ്ങൾ ഈ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. അസുഖം കുറയാതെ വന്നപ്പോൾ ഞാൻ ഒരു ഡോക്ടറിൽ നിന്നും വേറൊരു ഡോക്ടറിലേക്ക്, അങ്ങനെ 6 ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടത്തി. 6 പേരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അലർജി രോഗം പിന്നീട് തല മുതൽ ഉള്ളംകാല് വരെ വരാൻ തുടങ്ങി. ഈവൻ കണ്ണുകളിലും അതുപോലെ ചുണ്ടിലും ഇൻറ്റേർണലായിട്ട് പോലും എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡോക്ടേഴ്സ് മരുന്നിൻ്റെ സ്ഥാനത്ത് അത് ഇഞ്ചക്ഷനാക്കാൻ തുടങ്ങി, സ്റ്റിറോയിഡ്സ് കുത്തിവെക്കാൻ തുടങ്ങി. എനിക്കപ്പോൾ മനസ്സിലായി. പക്ഷേ എൻ്റെ അലർജി രോഗം അപ്പോൾ അല്പം പോലും കുറയാതെ കൂടുകയാണ് ചെയ്തത്. 2025 ഡിസംബർ മാസം 12-ാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുകയായിരുന്നു. അപ്പോൾ ഒരമ്മ തൻ്റെ മകൾക്ക് ഇതുപോലെ അർട്ടിക്കേരിയ എന്ന ഒരു അസുഖം വന്നപ്പോൾ അവർ ഉടമ്പടി ഉപ്പ് അത് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മകൾക്ക് കൊടുത്തതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പൂർണ്ണ രോഗസൗഖ്യം വന്നതായി ഹസ്ബൻഡ് സാക്ഷ്യം കേട്ടു. അപ്പം ഞാൻ തീരുമാനിച്ചു എൻ്റെ മരുന്നുകളെല്ലാം മാറ്റിവെച്ച് 13-ാം തീയതി മുതൽ ഡിസംബർ 13-ാം തീയതി ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിൽ അലിയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ ഡിസംബർ മാസം 13-ാം തീയതി തുടങ്ങിയതാണ്. ഇതുവരെ അതിൻ്റെ രോഗത്തിൻ്റേതായിട്ടുള്ള യാതൊരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ എനിക്ക് 2025 മാർച്ച് മാസത്തിൽ വെരിക്കോസ് വെയിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ മുട്ടിന് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ വന്ന് എനിക്ക് മുട്ടിന് അസഹനീയമായ വേദനയായിരുന്നു. നടക്കാനോ ഇരിക്കാനോ ഈവൻ കിടക്കുമ്പോൾ പോലും എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. കിടക്കുമ്പോൾ ഒന്ന് പൊസിഷൻ മാറണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കാല് മാറ്റി വെക്കേണ്ട ഒരവസ്ഥയാണ്. പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു, പക്ഷേ ഒന്നുകൊണ്ടും ഒരു പ്രയോജനമുണ്ടായില്ല. ഞാൻ ജൂലൈ മാസത്തിൽ 2025 ജൂലൈ മാസത്തിൽ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാവിലെ നിയോഗത്തിൽ 5:30-ക്കുള്ള പ്രാർത്ഥനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ മുട്ടിൽ തൈലം പുരട്ടുകയും ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 1 മാസം കൊണ്ട് എൻ്റെ മുട്ടിൻ്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്നോട് ലൈഫ് ലോങ് മുട്ട് കുത്തരുതെന്നാണ് അന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. ഞാൻ ആയുർവേദവും തിരുമ്മും കുറേ നാൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു ലൈഫ് ലോങ് മുട്ട് കുത്തരുത്, അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇന്ന് എനിക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാനോ അതുപോലെ മുട്ട് കുത്താനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ എൻ്റെ മോള് 10-ാം ക്ലാസ്സിൽ, ഇപ്പോൾ മോള് +2-നാണ് പഠിക്കുന്നത്. മോള് 10-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് മോൾക്ക് സാധാരണയായി ചില വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും സ്കൂളിൽ എക്സാമിന്. പക്ഷെ ചില വിഷയങ്ങൾക്കപ്പോൾ വളരെ ലോ മാർക്കായിരിക്കും കിട്ടുക. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് 93% മാർക്കും 2 വിഷയത്തിന് ഫുൾ മാർക്കും 100-ൽ 100 മാർക്കും നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്നുള്ളത്. ഹസ്ബൻഡ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പക്ഷേ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും ഞാനും കുഞ്ഞുങ്ങളും പള്ളിയിൽ പോവുക. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചാൽ
നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല, നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയും വചനവായനയും നമ്മെ സഹായിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനു മുൻപ് സാധിക്കുന്ന വർഷങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബസമേതമോ അല്ലാതെയോ വാർഷിക ധ്യാനങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിലെല്ലാം ധ്യാനഗുരുക്കന്മാരും പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പോൾ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. പക്ഷേ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലത് തട്ടിയിട്ടില്ല. ഇവിടെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ മരിയയുടെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോഴാണ് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അത് പ്രതിഫലിച്ചതും. അതുപോലെ പിന്നെ അതിനുവേണ്ടി എന്നും വിശുദ്ധ കുർബാന കാണാൻ പോകാനുള്ള സാഹചര്യമില്ലാതിരുന്നതിനാൽ ഞാൻ ഓൺലൈനിൽ കാണാൻ തുടങ്ങി. 2 ആഴ്ച ഓൺലൈനിൽ കണ്ടപ്പോൾ ഈശോ തന്നെ എനിക്ക് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ നൽകി അനുഗ്രഹിച്ചു. എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള കൃപ ഈശോ തരുന്നുണ്ട്. അതുപോലെ ഒരു വചനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വചന പഠന ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാനും ആ ഗ്രൂപ്പിനോട് ചേർന്ന് വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കൃപയും ചെറിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഈശോ കൃപ തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് 3 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൊടുത്ത് സഹായിക്കാറുണ്ട് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ. അതുപോലെ വസ്ത്രങ്ങൾ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്ത്രങ്ങൾ ഞങ്ങളുടേതും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്തും ഞങ്ങൾ അനാഥാലയങ്ങളിലോ അതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലോ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഭക്ഷണം ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട്. കൃപാസനം പത്രം വീട് തോറും നടന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പത്രം കൂടെ എടുക്കാറുണ്ട്. പത്രം എടുത്ത കടകളിലും അതുപോലെ ഞങ്ങൾക്ക് വഴിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കുന്നുണ്ട്. ഈശോയോട് എന്നും ചേർന്ന് നിൽക്കാൻ കൃപ നൽകിയ ഉടമ്പടി ജീവിതത്തിലൂടെ കൃപ നൽകിയ ദൈവത്തിന് കോടാനുകോടി ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം തിരുവചനം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ജെസി ഷാജു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആർട്ടിക്കേരിയ എന്നുള്ള ഒരു അലർജി രോഗത്തിൽ നിന്ന് ഈശോ വളരെ പെട്ടെന്ന് സൗഖ്യം നൽകിയതായ ഒരു സാക്ഷ്യമാണിത്. 6 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം 2-3 വർഷം വളരെ സ്ലോലിയാണ് ഇതിൻ്റെ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ മകൾ പല ഡോക്ടേഴ്സിനെയും പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും കുറയാതെ വന്നപ്പോഴാണ് സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ മകൾക്ക് വെളിപ്പെട്ട് കിട്ടിയത്. സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് ഇതേ രോഗമുള്ള ആർട്ടിക്കേരിയ എന്ന രോഗമുള്ള ഒരു മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് സാക്ഷ്യങ്ങൾ കേൾക്കണം, സാക്ഷ്യങ്ങൾ പങ്കുവെക്കണമെന്ന് നമ്മോട് എപ്പോഴും നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ജെസിക്ക് മനസ്സിലായി, ഇനി എനിക്കുള്ള മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനം മാത്രമാണെന്ന്. ജെസിയുടെ തന്നെ വാക്കുകളിൽ, ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായും വളരെ വിശുദ്ധിയോടും കൂടി ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദാനങ്ങളും ഫലങ്ങളുമെല്ലാം നൽകി നമുക്ക് ലഭിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ആ ശാന്തതയും എല്ലാ ഫലങ്ങളും ദാനങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ദിവ്യബലിയിലൂടെയാണ്. അത് ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. ദിവ്യബലിയിലൂടെയും വചനവായനയിലൂടെയും എല്ലാം തൻ്റെ ജപമാലയിലൂടെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയും ദൈവിക വെളിപാട് വെളിപ്പെട്ട് കിട്ടാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നമുക്കറിയാവുന്നതുപോലെ നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്. അതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും. അവിടെയാണ് നമ്മുടെ 100 മേനി വിളവ് കൊയ്തെടുക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക്, ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് നാം കടന്നു വരുന്നത്. എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് നാം തിരിച്ചറിയുന്നത്. നമ്മെ നയിക്കുന്നതെല്ലാം അവിടുത്തെ നിർച്ചാലിനരികിലേക്കായിരിക്കും. നമ്മുടെ ജീവിതാവസ്ഥകൾ നാം ജീവിക്കുന്നത് എപ്പോഴും പച്ചയായ
പച്ചയായ ഒരു പുൽത്തകിടിയിലായിരിക്കും നമ്മുടെ ജീവിതം എന്ന് നമുക്ക് എപ്പോഴും ആത്മീക കുറവുകൾ ഉണ്ടായിരിക്കുകയില്ല എന്നെല്ലാം നാം വായിച്ചെടുക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ജെസിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൃപകൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും രോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോ നമുക്ക് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൽ നമുക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ജെസിയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.